Radio Library. Radio Library with RJ Radish. ചിലരിങ്ങനെ ഒച്ചയില്ലാതെ നിലവിളിക്കുകയാണ്. ഒരു സൈഡിൽ തെയ്യത്തിന്റെ ശബ്ദം, ഒരു സൈഡിൽ ചിലർ പാടുകയാണ്. കുറേ കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരും ഒരൊറ്റ ഇരിപ്പിൽ ഈ പുസ്തകം വായിച്ചാൽ. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. റേഡിയോ മലയാളം 98.6 ഇത് റേഡിയോ ലൈബ്രറി. നിങ്ങളുടെ കൂടെ ഞാൻ രതീഷ്. ജിൻഷ ഗംഗയുടെ ഒഡ എന്ന പുസ്തകമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് റേഡിയോ ലൈബ്രറിയിൽ. ഈ പുസ്തകം കൃത്യമായിട്ട് വായിച്ച് ഇന്ന് നമ്മളെ പരിചയപ്പെടുത്താനായിട്ട് കൂടെ എത്തിയിട്ടുള്ളത് നമ്മുടെ ഖത്തറിലെ ഭവൻ സ്കൂളിലെ മലയാളം അധ്യാപകനായിട്ടുള്ള ഷൈജു ധവനിയാണ്. സ്വാഗതം, നമസ്കാരം റേഡിയോ ലൈബ്രറിയിലേക്ക്. നമസ്കാരം രതീഷ്. നമസ്കാരം. ഈ ഒരു പുസ്തകം ഒറ്റയിരിപ്പിൽ വായിച്ചു തീർന്നു. 9 കഥകൾ അടങ്ങിയ കഥാസമാഹാരമാണ്. രതീഷിന്റെ ആ വാക്കുകൾ കൃത്യമാണ്. 9 കഥകൾ നിർത്താതെ വായിച്ചു പോകാൻ കഴിഞ്ഞ മനോഹരമായ ഒരു പുസ്തകത്തിന്റെ പേരാണ് ജിൻഷ ഗംഗയുടെ ഒഡ എന്ന പുസ്തകം. അതിനാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. ഒരൊറ്റ ഇരിപ്പിൽ വായിച്ചു കഴിഞ്ഞാൽ ഇതിലെ കഥാപാത്രങ്ങൾ ഓരോന്നായിട്ട് നമ്മുടെ ചുറ്റും ഇങ്ങനെ കടന്നു പോകുന്നുണ്ടായിരിക്കും. തീർച്ചയായും. കാരണം ഈ പുസ്തകത്തിന്റെ പേര് തന്നെ ഒഡ എന്നാണ്. ഒഡ നമ്മുടെ വടക്കേ മലബാറിലെ തെയ്യവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങാണ്. അപ്പൊ അതില് ഒട കെട്ടുക എന്ന് പറയും. ഒട കെട്ടുന്ന കുറെ കഥാപാത്രങ്ങൾ നമ്മുടെ ചുറ്റും അങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ഈ കഥാപാത്രങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പരിചയമുള്ളതാണ്. ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു തെയ്യത്തിന്റെ കഥയാണ് എന്ന് വിചാരിക്കരുത്. മറിച്ച് വളരെ തീവ്രമായ അനുഭവങ്ങളുള്ള 9 ജീവിത സന്ദർഭങ്ങളാണ് ജിൻഷ ഗംഗ ഈ പുസ്തകത്തിലൂടെ അവതരിപ്പിക്കുന്നത്. അതിശക്തമായ വാക്കുകളാണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത. തീവ്രമായ മാനുഷികമായ ഭാവങ്ങൾ, ഒപ്പം ജീവിതഗന്ധിയായ കഥാ സന്ദർഭങ്ങൾ അങ്ങനെ ചേർത്തുകൊണ്ട് യുവ എഴുത്തുകാരിയായിട്ടുള്ള ജിൻഷ ഗംഗ എഴുതിയ മനോഹരമായ പുസ്തകം. ഒരുപക്ഷെ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഇറങ്ങിയ ഏറെ വായിക്കപ്പെട്ട പുസ്തകങ്ങളൊന്നാണ് ഈ പുസ്തകം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ 9 കഥകൾ എന്ന് പറയുന്നത് തന്നെ 9 വ്യത്യസ്തമായ ഭൂമികയിൽ 9 ജീവിത അനുഭവങ്ങൾ പറയുകയാണ് ജിൻഷ ഗംഗ. ഒരു വലിയ സാഹിത്യകൃതി വായിക്കുന്ന ഭാഷയുടെ അതിപ്രസരം ഒന്നുമില്ല. വളരെ ലളിതമായ ഭാഷയിലൂടെ, നമ്മൾ സംസാരിക്കുന്ന ഭാഷയിലൂടെ ജീവിതാനുഭവങ്ങൾ ജിൻഷ പറഞ്ഞു വെക്കുകയാണ് ഈ ഒഡ എന്ന പുസ്തകത്തിലൂടെ. ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ ജിൻഷ ഗംഗ ഇങ്ങനെ പറയുന്നുണ്ട്: നാട്ടിൻപുറത്താണ് ഞാൻ വളർന്നത്. കോട്ടവും തോടും കാടും വയലും നിറഞ്ഞ എന്റെ നാട്ടിൽ കഥകൾ പറഞ്ഞു തരാൻ എനിക്ക് കുറേ മനുഷ്യരുണ്ടായിരുന്നു. ആ കഥകളായിരുന്നു ചെറുപ്പത്തിൽ ജീവശ്വാസം. അച്ചമ്മയും അമ്മാമ്മയും പറഞ്ഞു തരുന്ന കഥകൾ കേട്ടുകേട്ട് ഉറങ്ങിയപ്പോഴൊക്കെയും കണ്ട സ്വപ്നങ്ങളൊക്കെയും ആ കഥകളുടെ പ്രതിബിംബങ്ങളായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഞാൻ കഥകളുണ്ടാക്കി അവർക്ക് പറഞ്ഞു കൊടുത്തു തുടങ്ങി. അവർക്ക് മുന്നിൽ ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ കഥ പറച്ചിലുകാരിയാവാൻ ശ്രമിച്ചു. പക്ഷേ മുതിർന്നപ്പോൾ കഥകളും ഞാനുമായിട്ടുള്ള ബന്ധം ഇല്ലാതായി. കഥ കടലിലേക്ക് ഇറങ്ങിപ്പോകുന്നത് കണ്ട് പിന്നാലെ ഓടാനാവാതെ തീരത്ത് നിന്ന് ആർത്തുകരയുന്ന കുട്ടിയായി ഞാൻ മാറി. കടൽ പിന്നെയും ഇരമ്പി, തീരം വലുതായി. കാലം മാറി. പിന്നെ എപ്പോഴോ ജീവിതത്തിൽ മറ്റൊന്നുമില്ല എന്ന തോന്നലുണ്ടായപ്പോൾ തളർന്നു പോയേക്കാവുന്ന ആ കുട്ടിയുടെ മുന്നിലേക്ക് പണ്ട് കൊണ്ടുപോയ കഥകൾ ഓരോന്നായി കടൽ തിരികെ തന്നു. തീരത്തിരുന്ന് അത് ഓരോന്നായി പെറുക്കിക്കൂട്ടുമ്പോൾ ഞാൻ ആർത്തു ചിരിച്ചു. കഥകളൊക്കെ പെറുക്കിയെടുത്ത് പണ്ട് അച്ചമ്മ പറഞ്ഞു തന്ന കഥകളിലെ രാജകുമാരിമാർക്ക് ഉണ്ടായിരുന്ന മാന്ത്രിക ചെപ്പിനുള്ളിൽ ഒളിപ്പിച്ചു. യഥാർത്ഥത്തിൽ ജിൻഷ ഗംഗ പറയുന്ന ആ മാന്ത്രിക ചെപ്പിന്റെ പേരാണ് ഒഡ എന്ന മനോഹരമായ പുസ്തകം. ഈ ഒഡ എന്ന പുസ്തകത്തെക്കുറിച്ച് ജിൻഷ ഗംഗ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്, ഈ പുസ്തകം എഴുതാൻ അല്ലെങ്കിൽ ഈ പുസ്തകം പുറത്തു വരാൻ പ്രധാന കാരണം മലയാളത്തിന്റെ മനോഹരമായ എഴുത്തുകൾ സമ്മാനിച്ച KR മീര എന്ന എഴുത്തുകാരിയാണ് എന്ന് പറയുന്നുണ്ട്. അതിന്റെ കാരണമായി അവർ പറയുന്നത്, ഈ പുസ്തകത്തിന്റെ അവതാരിക എഴുതാൻ വേണ്ടി KR മീരയെ സമീപിച്ചപ്പോൾ വളരെ ഹൃദയം തുറന്ന് KR മീര അത് സമ്മതിച്ചു എന്ന് പറയുന്നുണ്ട്. അതിന്റെ അവതാരികയിൽ KR മീര ഇങ്ങനെ എഴുതുന്നുണ്ട്: 9 കഥകളാണ് ഇതിൽ. ഓരോ കഥയ്ക്കും ഓരോ ഭൂമിക, ഓരോ ആശയം, ഓരോ തരം മുഖത്തെഴുത്ത്. പക്ഷേ എല്ലാത്തിനും ഒരേ അനുഭവ തീവ്രത. വായിച്ചും എഴുതിയും പിന്നെയും എഴുതിയും കൈത്തഴക്കം വന്ന ഒരു തീച്ചാമുണ്ടി തെയ്യത്തിന്റെ ചിലമ്പു മുഴക്കുന്ന ഭാഷ. പിഴവുകൾ ഏതുമില്ല. ഉരിയാട്ടം നന്നായി, വാചാലം നന്നായി. ലക്ഷണമൊത്ത കഥകളുടെ എഴുത്തുകാരി. ജിൻഷ ഗംഗയുടെ കഥകളുടെ വായനക്കാരെയും ഓർമ്മിപ്പിക്കാൻ ഒന്നു മാത്രം: ഇത് അനുഭവങ്ങളുടെ മേലേരി. ഉറപ്പായും പൊള്ളും, പക്ഷേ പേടിക്കരുത്. കനലാടിമാർ പൊള്ളലിനെ പേടിക്കരുത്. ഇങ്ങനെയാണ് ഇതിന്റെ അവതാരികയിൽ KR മീര എഴുതുന്നത്. പക്ഷെ ഈ 9 കഥകൾ വായിച്ചു തീരുമ്പോൾ ഹൃദയത്തിന്റെ എല്ലാ ഭാഗത്തും കൃത്യമായി പൊള്ളലേൽപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന കഥകളാണ് ഇതിലെ 9 കഥകളും. അതുകൊണ്ട് ഈ പുസ്തകം വളരെ ശ്രദ്ധയോടെ വായിക്കേണ്ട പുസ്തകമാണ്. കാരണം ഈ പുസ്തകത്തിലെ ഓരോ കഥകളും നമ്മളെ പൊള്ളിച്ചുകൊണ്ട് കടന്നു പോകുന്ന കഥകളാണ്. ഈ പുസ്തകത്തിലെ 9 കഥകളിൽ ഒന്നാമത്തെ കഥയാണ് ഒഡ. ആ കഥ വടക്കേ മലബാറിലെ തെയ്യവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. തെയ്യം ചില ആൾക്കാർക്ക് ആചാരമാണ്, ചില ആൾക്കാർക്ക് അനുഷ്ഠാനമാണ്, മറ്റു ചിലർക്ക് അത് വിശപ്പ് മാറാനുള്ള ഒന്നാണ്, മറ്റുള്ളവർക്ക് പ്രതിഷേധം
നിഷേധിക്കുന്ന ഒന്നുകൂടിയാണ് തെയ്യം. കാരണം അതുവരെ മാറ്റി നിർത്തപ്പെട്ടവൻ മറ്റൊരു രൂപത്തിൽ വരുമ്പോൾ ആരാധിക്കുന്ന ആൾക്കാർ ചുറ്റും കൂടുന്നു എന്നതാണ് ഒഡയുടെ അല്ലെങ്കിൽ തെയ്യത്തിന്റെ ഒരു പ്രത്യേകത. അതിനൊരു ഭാഗത്തിൽ ഇങ്ങനെ പറയുന്നു: തീച്ചാമുണ്ടി കെട്ടിക്കഴിഞ്ഞാൽ പെറ്റ പെണ്ണിനേക്കാളും നോട്ടം വേണം. മേലാകെ നെയ്യ് തേക്കാനും വെല്ലവും ഉള്ളിയും ചതച്ച് കട്ടിയുണ്ടാക്കാനും അപ്പൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്ന കണ്ടപ്പോൾ അമ്മയുണ്ടായിരുന്നെങ്കിൽ എന്ന് ഓർത്തുപോയി. രണ്ടാമതൊരു കുഞ്ഞു വേണമെന്ന് അപ്പനും അമ്മയും ആഗ്രഹിച്ചിരുന്നു. കുറെ കൊല്ലം കാത്തിരുന്നുണ്ടായ ആ കുഞ്ഞ് പ്രസവത്തിൽ ചാപിള്ളയായി പുറത്തേക്ക് വന്നു. 2 നാൾ കഴിഞ്ഞപ്പോ അമ്മയും മരിച്ചു. വയറ്റാട്ടിയുടെ മോളായി പിറന്ന് മറ്റൊരു വയറ്റാട്ടിയുടെ മരുമോളായി ജീവിച്ച ആ പെണ്ണ് വയറ്റിലൂടെ ചോരയൊലിപ്പിച്ച് പ്രാണൻ വെടിഞ്ഞു. പൊള്ളലേറ്റ ഭാഗങ്ങളിൽ നെയ്യ് പുരട്ടുമ്പോൾ അമ്മയെ ഓർത്ത് കരഞ്ഞു. കരഞ്ഞു ചുമച്ചപ്പോൾ വായിൽ വെണ്ണീര് ചുവച്ചു. പിന്നെ കുറെ നാളത്തേക്ക് എപ്പോ ചുമച്ചാലും വെണ്ണീര് ചുമക്കുമായിരുന്നു. കട്ടി മാത്രം കുടിച്ച 2 ആഴ്ചകൾ. പരിഗണിക്കപ്പെടാനുള്ള ആഗ്രഹമാണ് പ്രണയമാകുന്നത്. പ്രണയം അവഗണനയിലേക്ക് വഴിമാറുമ്പോൾ അവിടെ പക ജനിക്കും. കാലങ്ങൾ കഴിയുമ്പോൾ പകയും പ്രണയവും ഒന്നു തന്നെയാണെന്ന് തിരിച്ചറിയും. പകയിലും തെളിഞ്ഞു നിന്നിരുന്നത് പ്രണയം തന്നെയാണെന്ന് മനസ്സിലാകും. ആനന്ദിന്റെ കാര്യത്തിലും അതാണ് ഉണ്ടായത്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അയാളോട് തോന്നിയ പക മറ്റൊരു തരത്തിൽ പ്രണയം തന്നെയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഒഡ എന്ന പുസ്തകത്തിലെ എന്നെ ഏറ്റവും അധികം ഹോണ്ട് ചെയ്ത അല്ലെങ്കിൽ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു കഥ ഉപ്പ് എന്ന കഥയാണ്. ഒരുപക്ഷെ ഒഡ എന്ന കഥയേക്കാൾ മികച്ച ഒരു രചന ഇതിലുണ്ടെങ്കിൽ അത് ഉപ്പാണ്. കാരണം ജീവിതത്തിൽ ഉപ്പിനെ വെറുക്കുന്ന ഒരു മനുഷ്യൻ, പ്രണയത്തിൽ, ഇഷ്ടത്തിൽ, ആഹാര രീതിയിൽ, ജീവിതത്തിൽ ഒക്കെ തന്നെ ഉപ്പിനെ ഉപേക്ഷിക്കുന്ന ഒരു മനുഷ്യൻ. വർഷങ്ങൾക്ക് ശേഷം തന്റെ പഴയ കാമുകനായ ആനന്ദ് വിഭഞ്ചികയെ വിളിക്കുകയാണ്. എനിക്ക് ഒന്ന് കാണണം. ആ വിളി അവൾ കാത്തിരുന്നതുകൊണ്ടാണോ എന്നറിയില്ല. അവൾ അവനെ കാണാൻ വേണ്ടി പോകുന്നു. അവളുടെ ഓർമ്മകൾ, വിഭഞ്ചികയുടെ ഓർമ്മകളിൽ ആനന്ദുമായിട്ടുള്ള പല സന്ദർഭങ്ങൾ കടന്നു വരുന്നു. വിഭഞ്ചിക മനോഹരമായി കവിത എഴുതുന്ന പെൺകുട്ടിയാണ്. ആ കവിതകൾക്ക് ചിത്രം വരച്ചുകൊണ്ടാണ് അവരുടെ സൗഹൃദം ആരംഭിക്കുന്നത്. ആ സൗഹൃദം പിന്നീട് പ്രണയത്തിന് വഴിമാറുന്നു. പക്ഷേ ജീവിതത്തിൽ ഒരിടത്തു പോലും ഉപ്പിനെ അയാൾ ഇഷ്ടപ്പെടുന്നില്ല. തൊട്ടടുത്ത് പോയി നാരങ്ങാവെള്ളം കുടിക്കണം എന്ന് പറയുമ്പോൾ അതിൽ ഉപ്പിടുന്നതിനെ അയാൾ ശക്തമായി എതിർക്കുന്നു. പ്രണയത്തിന്റെ മനോഹരമായ ഒരു നിമിഷത്തിൽ കടൽ തീരത്തേക്ക് പോവുകയാണ് വിഭഞ്ചികയും ആനന്ദും. കടൽ വെള്ളത്തിലെ ഉപ്പ് കാരണം ആ കടൽ തീരത്ത് നിന്ന് ഓടിമറയുകയാണ് ആനന്ദ്. അവസാനം രോഗിയായി ഡോക്ടർ നിർദ്ദേശിക്കുന്നത് താങ്കളുടെ ശരീരത്തിൽ ഉപ്പിന്റെ അംശം കുറവാണ്, അതുകൊണ്ട് ഇത്ര മെഡിസിൻ കഴിക്കണം എന്ന് പറയുമ്പോൾ അതിനെപ്പോലും ശക്തമായി എതിർക്കുന്ന ആനന്ദ് എന്ന കഥാപാത്രം. ഈ കഥ വായിച്ചു വരുമ്പോൾ ഉപ്പ് എന്തുകൊണ്ട് ഇത്രമാത്രം പ്രാധാന്യം വരുന്നു എന്ന് ചോദിച്ചാൽ അതാണ് ഈ കഥയുടെ ക്ലൈമാക്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ രഹസ്യം. അത് വായനക്കാർക്ക് അല്ലെങ്കിൽ ഇത് കേട്ടിരിക്കുന്ന നിങ്ങൾക്ക് വിട്ടുതരികയാണ്. കാരണം അതാണ് ഉപ്പ് എന്ന കഥയുടെ ഏറ്റവും വലിയ മനോഹരമായ ഒരു ചെപ്പിൽ അടക്കം ചെയ്ത് ജിൻഷ ഗംഗ എന്ന എഴുത്തുകാരി മനോഹരമായി വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ പുസ്തകത്തിൽ ഏറ്റവും മികച്ച കഥ ഉപ്പ് എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. കഥകൾ കേട്ടുറങ്ങിയ ഒരു തനി നാടൻ പെൺകുട്ടി ജീവിതം പഠിച്ച് ഒടകെട്ടി ആടുന്ന മനോഹരമായ ആവിഷ്കാരം. മരണമെന്ന യാഥാർത്ഥ്യത്തിന്റെ വഴികൾ തിരഞ്ഞു അവസാനം കണ്ട കാഴ്ചകളിലും വായിക്കുന്ന പുസ്തകങ്ങളിലും മരണത്തിന്റെ സൂചനകൾ തിരയുന്ന അഗ്രസന്ധിനി എന്ന കഥ. കണ്ണൂർ ജയിലിലെ തടവുകാരുടെ ജീവിതം അതിമനോഹരമായി പറയുന്ന വിസലിറ്റ്സ എന്ന കഥ. തന്റെ മകൻ പ്രഭാകരൻ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ ചന്ദ്രി എന്ന കുറിഞ്ഞിപ്പൂച്ചയാണെന്നറിഞ്ഞ് വിഷം കലർത്തിയ ഭക്ഷണവുമായി കാത്തിരിക്കുന്ന ഉമ്പാച്ചി എന്ന കഥ. സ്വാതന്ത്ര്യത്തിന്റെ മനോഹരമായ ഭൂമികയിൽ ജീവിച്ച് അവസാനം അസ്വാതന്ത്ര്യത്തിന് തടവറയിലേക്ക് വലിച്ചെറിയപ്പെട്ടവരുടെ കഥ പറയുന്ന തെയ് വാഴുക. ബാല്യകാലത്തിന്റെ ദുരനുഭവങ്ങളെ ജീവിതാവസാനം വരെ പേറി ജീവിക്കേണ്ടി വരുന്നവരുടെ കഥ പറയുന്ന ഉപ്പ് എന്ന കഥ. ഗാന്ധിജിയെ ജീവിതതുല്യം സ്നേഹിക്കുന്ന അച്ചാമ്മയുടെ കഥ പറയുന്ന അതിര്. കാടിന്റെ വന്യതയും ഭീകരതയും അതിൽ വസിക്കുന്ന മനോഹരമായ ഭൂമികയും അവതരിപ്പിക്കുന്ന പെൺമാല. ഇങ്ങനെ 9 കഥകളടങ്ങിയ അതിമനോഹരമായ ഒരു കഥാസമാഹാരമാണ് ജിൻഷ ഗംഗയുടെ ഒഡ എന്ന ചെറുകഥ. തീർച്ചയായിട്ടും ഇതിലെ ഓരോ കഥകളും എടുത്ത് പറയേണ്ട തന്നെയാണ് അല്ലെ. സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഓരോ കഥയും വായിച്ച് ദിവസങ്ങൾ കഴിഞ്ഞാലും ഇതിലെ ഓരോ കഥയിലെ കഥാപാത്രങ്ങൾ, ഇപ്പോൾ ഉപ്പ് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഉപ്പ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലെ. തീർച്ചയായിട്ടും ആ ഉപ്പ് എന്ന കഥയിലെ അവസാനത്തെ ഭാഗത്ത് പറഞ്ഞു വെക്കുന്ന ഒരു ബാല്യകാല അനുഭവത്തിന്റെ ഒരു ഭീകരതയാണ് അവതരിപ്പിക്കുന്നത്. അത് വായിച്ചു കഴിയുമ്പോൾ ഒരുപക്ഷെ നമ്മളും അറിയാതെ ഉപ്പിനെ എതിർത്തു പറഞ്ഞേക്കാം. കാരണം അത്രമാത്രം ആ ഉപ്പ് എന്ന സാധനത്തെ കൃത്യമായി ജിൻഷ ഗംഗ പറഞ്ഞു വെക്കുന്നുണ്ട് ഈ കഥയിൽ. ഇതിലെ മറ്റൊരു കഥയാണ് അതിരെന്നൊരു കഥ. ഒരു പരിപാടിയിൽ ജിൻഷ ഗംഗയെ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ അവരോട് വ്യക്തിപരമായി ചോദിച്ചു, അതിരെന്ന കഥയിലെ അച്ചാമ്മ എന്ന കഥാപാത്രത്തെ നിങ്ങൾ വരച്ചിടുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇന്ദിരാഗാന്ധി ആയിരുന്നോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അവർ പറഞ്ഞത് വളരെ ചുരുക്കം വായനക്കാർ മാത്രമാണ് അങ്ങനെ ഒരു ഒപ്പീനിയൻ പറഞ്ഞെന്ന് പറഞ്ഞു. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഒരിക്കൽ ഇന്ത്യയുടെ അതിർത്തി കടന്ന് ഒരു യുദ്ധക്കപ്പൽ വരും എന്ന് ഇന്ദിരാഗാന്ധിയെ ഫോൺ ചെയ്ത് പറയുന്നുണ്ട് ഒരു വിദേശ രാജ്യത്ത് നിന്ന്. അന്ന് ഇന്ദിരാഗാന്ധി അവർക്ക് കൊടുക്കുന്നൊരു മറുപടി ഇതാണ്: നിങ്ങൾ ഇന്ത്യയുടെ അതിർത്തി കടന്ന് ആ യുദ്ധക്കപ്പലിനെ വിട്ടോളൂ, പക്ഷേ അത് ഇന്ത്യയുടെ
അതിർത്തി തിരിച്ചു കടക്കണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ രാജ്യം തീരുമാനിക്കും എന്ന് പറയുന്നുണ്ട്. അതിരി എന്ന കഥ വായിക്കുമ്പോൾ അതിലെ അച്ചാമ്മ ഗാന്ധിജി ഇഷ്ടപ്പെടുന്ന, ഗാന്ധിജിയുടെ ജീവിതം ഇഷ്ടപ്പെടുന്ന, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ ഇഷ്ടപ്പെടുന്ന മനോഹരമായ ഒരു കഥാപാത്രമായി നമ്മളെ മുമ്പിൽ അങ്ങ് നിൽക്കുമ്പോൾ അച്ചാമ്മ ഇന്ദിരാഗാന്ധി തന്നെയാണ് എന്ന് നമുക്ക് തോന്നും. ഒരുപക്ഷെ മലയാള സാഹിത്യം പഠിച്ചിട്ടില്ലാത്ത, മലയാള സാഹിത്യത്തെക്കുറിച്ച് വലിയ അറിവുകളില്ലാത്ത ജിൻഷാ ഗംഗ പറയുന്ന ഈ പുസ്തകം ജയിലിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ജീവിതം അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോവാതെ ആ ജീവിതത്തെ കൃത്യമായി അവതരിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ നാളെ മലയാള സാഹിത്യം അടയാളപ്പെടുത്തുന്ന ഒരു മികച്ച കഥാകാരി ജിൻഷാ ഗംഗയിലുണ്ട് എന്ന് ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓട എന്ന പുസ്തകം അതിന് തെളിവാണ്. തീർച്ചയായിട്ടും ഓട എന്ന പുസ്തകത്തിൽ തെയ്യത്തെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നത്. അതിന്റെ കവർ പേജ് നമുക്ക് കാണുമ്പോൾ ഒരു തെയ്യം ഫീൽ ചെയ്യുന്ന രീതിയിലാണ് കവർ പേജും ഒക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ തെയ്യം മാത്രമല്ല, ഇതിൽ ചിന്തിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓരോ കഥകളിലും ഒന്നിലധികം കാര്യങ്ങൾ, പല കഥകളും നമുക്ക് പലതരം ചിന്തകളിലേക്ക് കൊണ്ടെത്തിക്കുന്നു അല്ലെ. ഓരോ കഥാപാത്രങ്ങളെയും ഈ വ്യത്യസ്തമായ രീതിയിലും അവർ ചിന്തിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി തരുന്നുണ്ട്. തീർച്ചയായിട്ടും. കാരണം രതീഷ് പറഞ്ഞൊരു കാര്യം, ഓട എന്ന പുസ്തകത്തിന്റെ കവർ പേജിൽ തെയ്യമാണ്. തെയ്യം നമുക്കറിയാം, നിരവധി നിറങ്ങൾ, പല പല നിറങ്ങൾ ചേർന്ന് മനോഹരമാക്കുന്ന നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകമാണ് തെയ്യം. ഈ പുസ്തകത്തിലെ ഓരോ പേജുകളും മറിച്ച് പോകുമ്പോൾ ആ ഓരോ നിറങ്ങളും നമുക്ക് അനുഭവപ്പെടുകയാണ്. ഒരുപക്ഷെ അറിഞ്ഞുകൊണ്ട് തന്നെ ഓട എന്ന പേരിടുകയും അതിന് ഒരു തെയ്യത്തിൻ്റെതായ ഒരു ഭൂമിക ഉണ്ടാക്കിയെടുക്കുകയും, പക്ഷേ ഓട എന്ന കഥ വായിച്ച് മറിക്കുന്നതോടുകൂടി നമ്മൾ എത്തുന്നത് അടുത്ത ഭൂമികയിലേക്കാണ്, അടുത്ത ഒരു പശ്ചാത്തലത്തിലേക്കാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു തെയ്യത്തിന്റെ മനോഹരമായ നിറം പോലെ ഈ പുസ്തകം മനോഹരമായ ജീവിതത്തിന്റെ അനുഭവങ്ങൾ പകർത്തിവെച്ച 9 കഥകൾ തന്നെയാണ്. എന്തായാലും ഒരുപാട് നന്ദി ഷൈജു തവനി, ഇങ്ങനൊരു പുസ്തകം നമ്മളെ പരിചയപ്പെടുത്തിയതിൽ. ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരും ഈ പുസ്തകം വായിക്കണമെന്ന് തന്നെ തോന്നിയിട്ടുണ്ടായിരിക്കും. എല്ലാവരും വായിക്കട്ടെ അല്ലേ? തീർച്ചയായിട്ടും ഈ പുസ്തകം വായിക്കണം. ഓട മനോഹരമായ വായന നിങ്ങൾക്ക് സംഭാവന, അല്ലെങ്കിൽ മനോഹരമായ വായനാനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കുന്ന പുസ്തകമായിരിക്കും. തീർച്ചയായിട്ടും ഓട നിങ്ങളുടെ വായനാ പരിസരത്തേക്ക് അഭിമാനപൂർവ്വം നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ്. ജിൻഷാ ഗംഗയുടെ ഓട എന്ന പുസ്തകമാണ് നമ്മളിന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഷൈജു ദമനിയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഭവൻ സ്കൂളിലെ മലയാളം അധ്യാപകനാണ്. കേട്ടിട്ട് നമുക്ക് ഈ പുസ്തകം ഇന്ന് തന്നെ വായിക്കണമെന്ന് തോന്നുന്നില്ലേ? വായിച്ച് കഴിഞ്ഞാൽ എടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസങ്ങൾ കഴിഞ്ഞാലും ഇതിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ ഓർമ്മയിൽ നിന്ന് വിട്ടുപോകില്ല എന്നുള്ളതാണ് ഓടയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതിലെ കഥാപാത്രം നമ്മളെ ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ ഒരു പുസ്തകം വായിക്കുക എന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ റേഡിയോ ലൈബ്രറിയിൽ നിന്നും ടാബാബി പറയുകയാണ് രതീഷ്. K22 Qatar's #1 റേഡിയോ സ്റ്റേഷൻ, റേഡിയോ മലയാളം 98.6 FM.